അപ്പോൾ ഫസ്റ്റ് നമ്മളെ കുട്ടികൾക്ക് തന്നെ കൊടുക്കാം, അവർ കഴിക്കാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഇന്ന് നമ്മൾ സ്പെഷ്യൽ ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞങ്ങളുടെ ഒക്കെ ഇതിനെ മീൻ ഉരുക്കിയതെന്ന് പറയും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വെറൈറ്റി ഐറ്റം തന്നെയാണിത്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലിട്ട് പോകാം. ഇതിൻ്റെ പാർട്സൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അതിനു മുമ്പ് നമുക്ക് അടുപ്പ് കത്തിക്കാം. ഇവിടെ നല്ല കാറ്റുള്ളത് കൊണ്ട് തന്നെ തീ കത്തുന്നില്ല. തീ കത്തുന്നത് കുറച്ച് പാടാണ്. നമുക്കപ്പോൾ ഇതിന് വേണ്ടി നമുക്ക് ഈ ഒരു ഇത്തരത്തിലുള്ളൊരു ചമ്പ്, ചെറിയൊരു ചമ്പ് കിട്ടിയാൽ മതി. ഈ ഒരു ഐറ്റംസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇത്തരമുള്ളൊരു ചമ്പ് കിട്ടിയാൽ മതി. അപ്പോൾ തീ ചെറുതായിട്ട് കത്തിയിട്ടുണ്ട്. ഇന്ന് കാലാവസ്ഥ നല്ല മോശമാണ്, അതുകൊണ്ട് അറിയില്ല, നല്ല കാറ്റാണ് ഇവിടെ. തീ കത്തുന്നതിന് ഭയങ്കര പാടാണ്. അപ്പോൾ തീയൊക്കെ നല്ലോണം വന്നിട്ട് ഇങ്ങനെ റെഡി ആയിട്ടൊക്കെയാണ്. ഇനി നമുക്ക് മീനിൻ്റെ പാർട്സ് ഇതിനകത്തേക്ക് ചമ്പിലോട്ടിടാം. പാർട്സ് ഇട്ടപ്പോൾ അങ്ങനെ പാർട്സ് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള മീനിൻ്റെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള പാർട്സ് ഇങ്ങനെ ഇട്ടത്. ഇനി നമുക്ക് മീൻ മുട്ട, ഇതിൻ്റെ മെയിൻ ഐറ്റംസ് ആയിട്ടുള്ള മീൻ മുട്ട എന്ന് പറയും, അത് നമ്മൾ ഇതിലിട്ടിടാണ്. അപ്പോൾ മീൻ മുട്ട കൂടി ഇതിലോട്ടിട്ടു. അപ്പോൾ നിങ്ങളുടെ ഇവിടെ പല പേരിൽ ഇത് അറിയപ്പെടുന്ന മീനിൻ്റെ പലഞ്ഞെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അവിടെയൊക്കെ എന്താണ് പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യണം നിങ്ങൾ. എന്നിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കുക ഇതിന് വേവാൻ വേണ്ടി. ഇത് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഇടുക. ആവശ്യത്തിന് ഇങ്ങനെ ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ അടുത്തായിട്ട് കറിവേപ്പില, അതുപോലെ തന്നെ മുളക്, ആവശ്യത്തിന് മുളകും കുറച്ച് കറിവേപ്പില ഇങ്ങനെ ഇടുകയാണ്. ഇതൊക്കെ ഇട്ടാൽ നമുക്ക് ശരിയായിട്ടുള്ള ടേസ്റ്റ് ഇതിൽ നിന്ന് കിട്ടും. ഇതിലോട്ട് നമ്മൾ ഇങ്ങനെ കറിവേപ്പില, പച്ചമുളക് ഇട്ടില്ലെങ്കിൽ നല്ല ടേസ്റ്റുള്ള സാധനമാണ്. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അങ്ങനെ നമ്മൾ ഇതിൻ്റെ റെസിപ്പിയെല്ലാം ഇട്ടിട്ട് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി ഇതിനെ നല്ല രീതിയിലൊന്ന് വേവാനായിട്ട് നമ്മൾ മൂടി വെക്കണം കുറച്ച് സമയത്തേക്ക്. 10-15 മിനിറ്റോളം അടച്ചു വെക്കുകയാണ്. അപ്പോൾ നമുക്ക് വേറെ പരിപാടിയെല്ലാം ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്തിട്ട് വരുമ്പോൾ റെഡിയാവുന്നതായിരിക്കും. ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും നല്ല കാറ്റിങ്ങനെ അടിച്ച് വീശുവാണ്. അതുകൊണ്ട് തന്നെ വോയിസ് മേ ബി ക്ലിയർ ഉണ്ടോ എനിക്കറിയില്ല. കുറച്ച് സമയം ഇപ്പോൾ ആയിട്ടുണ്ട് നമ്മുടെ കുക്കിംഗ് ചെയ്താൽ എന്താണ് ഒരു 10 മിനിറ്റിൻ്റെ അടുത്തായിട്ടുണ്ട്. എന്തായാലും നമുക്കതിൻ്റെ വേവ് നോക്കാം എന്തായാലും. അപ്പോൾ ചെറുതായിട്ട് നല്ല രീതിയിൽ വെന്ത് വരുന്നുണ്ട്. നല്ല സൂപ്പറായിട്ടുള്ള സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഈ സ്മെല്ല് കേൾക്കുമ്പോൾ നമുക്ക് മണക്കുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാനുള്ള നല്ല ആർത്തി വരുന്നുണ്ട്. കാരണം അത്രയ്ക്കും ടേസ്റ്റുള്ളൊരു ഐറ്റമാണ്. വെറൈറ്റി ആയിട്ടുള്ള പറഞ്ഞില്ലേ, വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. എല്ലാവരും ഒന്ന് ടെസ്റ്റ് ചെയ്യേണ്ട ഐറ്റം തന്നെയാണിത്. അപ്പോൾ വലിയ പീസൊക്കെ ഉണ്ടെങ്കിൽ നമ്മളങ്ങനെ ഇതിനെ ഈ ചട്ടകം വെച്ചിട്ട് ഇങ്ങനെ ഉടച്ചു കൊടുക്കുക. അപ്പോൾ നല്ല രീതിയിലൊന്ന് ഉടച്ചുടച്ച് ഇങ്ങനെ കൊടുക്കുക. നമ്മൾ ഉപ്പ് നോക്കണം, ഇടയ്ക്ക് ഉപ്പ് നോക്കണം. കാരണം ഉപ്പ് നമ്മൾ കുറവാണെങ്കിൽ ടേസ്റ്റ് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് ഉപ്പ് കുറച്ചിടുക. എന്തായാലും നമുക്കൊരു 5-6 മിനിറ്റോളം ഇനി മൂടി ഒന്ന് വെക്കാം. അപ്പോൾ ഏകദേശം 5-6 മിനിറ്റോളം ഇപ്പോൾ ആയിട്ടുണ്ട്. എന്തായാലും നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും വെള്ളമൊക്കെ വറ്റി നല്ല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് ഇനി മെയിനായിട്ടൊരു ഐറ്റംസ് കൊടുക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു കുക്കിംഗ് കംപ്ലീറ്റ് ആകും. ഇവിടെ നമുക്ക് കാണാൻ പറ്റും തേങ്ങ ചിരണ്ടിയത് ഇതിലോട്ട് ഇടാൻ പോവുകയാണ്. അപ്പോൾ ലാസ്റ്റ് ഈ ഒരു ഐറ്റംസ് കൂടി നമുക്ക് ഇട്ടിട്ട് ഇതിന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഏകദേശം 2 തേങ്ങയോളം മതിയാവുന്നതായിരിക്കും. എന്നിട്ട് നമ്മൾ ഇതിലോട്ട് ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കയ്യിൽ എത്ര പാർട്സാണ് ഉള്ളത് ആ ഒരു തന്നെ ബേസ് ചെയ്തിട്ടായിരിക്കണം തേങ്ങ ഇടാൻ നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഞങ്ങളിപ്പോൾ 2 തേങ്ങയാണ് ഇതിന് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നല്ലോണം ഇങ്ങനെ മിക്സ് ആക്കി കൊടുക്കുക. ഇവിടെ കാണാൻ പറ്റും അപ്പോൾ അതിൻ്റെ നല്ല മണമൊക്കെ ഇങ്ങനെ അടിച്ച് കയറുന്നുണ്ട് മൂക്കിലോട്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. ഇപ്പോൾ ഫ്രീ ആകുമ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ ഒരു ഐറ്റംസ് വീട്ടിലൊക്കെ. വെറൈറ്റി ആയിട്ടുള്ളൊരു ഐറ്റംസ് ആണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് തുറന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലുള്ള വെറൈറ്റി ഐറ്റംസൊക്കെ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതുകൊണ്ട് ഇതിനകത്തുള്ള വെള്ളമൊക്കെ നല്ല രീതിയിൽ നിന്ന് വറ്റുമ്പോൾ നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ മീൻ ഉരുക്കിയത് ഇങ്ങനെ കംപ്ലീറ്റ് റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് അടുപ്പത്ത് നിന്ന് ഇളിച്ച് വെക്കാം അതിന്. അപ്പോൾ ഫസ്റ്റ് നമ്മളെ കുട്ടികൾക്ക് തന്നെ കൊടുക്കാം. അവർ കഴിക്കാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഫസ്റ്റ് അവർക്ക് തന്നെ കൊടുക്കാം. അപ്പം ചറക്കന്നെ കൊടുക്കാം ഫസ്റ്റ് തന്നെ. കഴിച്ചോ. എങ്ങനെയുണ്ട്? സൂപ്പറാ? ഞാൻ പറ സൂപ്പറാ? സൂപ്പർ. അപ്പോൾ അവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നേ. അയ്മനും കൂടി പറ, എങ്ങനെയുണ്ട്? സൂപ്പറാ? സൂപ്പർ. ഇനി എന്തായാലും ഞാനൊന്ന് കഴിച്ചു നോക്കാം.
അപ്പോൾ നല്ല ഒരു രക്ഷയില്ല കേട്ടോ, നല്ല ടേസ്റ്റാണ്, സൂപ്പർ ആയിട്ടുള്ള ഐറ്റംസ് ആണ്. അപ്പോൾ നമുക്ക് ചായയോടൊപ്പം ആയാലും ഈവനിങ് ടൈമിൽ അതുപോലെ തന്നെ രാത്രി ചോറിനോടൊപ്പം ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സൂപ്പർ ആയിട്ടുള്ള ഐറ്റം, വെറൈറ്റി ഐറ്റം ആണ്. നിങ്ങൾ ഫ്രീ ആകുമ്പോൾ വീട്ടിലെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു തവണ നിങ്ങൾ ഇത് ട്രൈ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഷുവറായിട്ട് നിങ്ങൾ വീണ്ടും ഇത് ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസിനെ നമ്മുടെ ചാനൽ മറക്കാതെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.